ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 38, 39, 40 എന്നീ അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ദൈവവചനം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 38-ാം അധ്യായം 1-ാം വാക്യപ്രകാരം ആരെയാണ് ബഹുമാനിക്കുക എന്ന് പറയുന്നത്? ഉത്തരം, വൈദ്യനെ. രണ്ടാമത്തെ ചോദ്യം, നിനക്ക് ആരെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്? അതിൻ്റെയും ഉത്തരം വൈദ്യനെ എന്ന് തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം, വൈദ്യനെ നിയോഗിച്ചത് ആരാണെന്നാണ് പറയുന്നത്? അതിൻ്റെ ഉത്തരം കർത്താവ് എന്നാണ്. വൈദ്യനെ നിയോഗിച്ചത് കർത്താവാണ്. ചോദ്യം 4, വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്നാണ് വരുന്നത്? ഉത്തരം, അത്യുന്നതനിൽ നിന്ന്. 5, കർത്താവ് വെള്ളത്തെ മധുരമുള്ളതാക്കി മാറ്റിയത് എന്തുകൊണ്ട്? കർത്താവ് വെള്ളത്തെ മധുരമുള്ളതാക്കി മാറ്റിയത് തടിക്കഷണം കൊണ്ടാണ്. ആറാമത്തെ ചോദ്യം, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്തു ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 38-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം, കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ആണ് പറയുന്നത്. 7, പ്രഭാഷകൻ 38-ാം അധ്യായം 15 പ്രകാരം സ്രഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവൻ എന്ത് തേടേണ്ടി വരും എന്നാണ് പറയുന്നത്? അതിൻ്റെ ഉത്തരം വൈദ്യസഹായം തേടേണ്ടി വരും എന്നാണ് പറയുന്നത്. 8-ാമത്തെ ചോദ്യം, ഡേഷ് മരണത്തിൽ കലാശിക്കുന്നു? ഉത്തരം, ദുഃഖം എന്നതാണ്. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. 9, ദരിദ്രൻ്റെ ജീവിതം എന്തു നിറഞ്ഞതാണ്? ഉത്തരം, ഹൃദയഭാരം. ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. 10-ാമത്തെ ചോദ്യം, മരിച്ചവരെ ഓർത്ത് എത്ര ദിവസം ദുഃഖമാചരിക്കാനാണ് പ്രഭാഷകൻ 38:17 പറയുന്നത്? ഉത്തരം, 1-2 ദിവസം ദുഃഖമാചരിക്കാനാണ് പറയുന്നത്. 11, പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം, വിശ്രമത്തെ. 12, പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിനും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിനും പണിക്കൂറ തീർക്കുന്നതിനും അവർ മനസ്സിരുത്തുന്നു. ആരൊക്കെ? ഉത്തരം, കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും. 13-ാമത്തെ ചോദ്യം, അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു. ആരുടെ? ഉത്തരം, ഇരുമ്പു പണിക്കാരൻ്റെ. 14, അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറയുന്നതാരെ കുറിച്ചാണ്? കുശവനെ കുറിച്ചാണ് അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറയുന്നത്. 15, എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണയിക്കുന്നത്. ആരുടെ? അതിൻ്റെയും ഉത്തരം കുശവൻ്റെ എന്നതാണ്. 16, പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം, താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരായവർ എന്നാണ് അതിൻ്റെ ഉത്തരം. 17, അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. ആര്? ഉത്തരം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 18, അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെയും നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. ആര്? അതിൻ്റെ ഉത്തരം നിയമ പണ്ഡിതൻ എന്നാണ്. ചോദ്യം 19, സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. ആര്? അതിൻ്റെയും ഉത്തരം നിയമപണ്ഡിതൻ എന്ന് തന്നെയാണ്. ചോദ്യം 20, സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ഡേഷിൻ്റെ ചൈതന്യം അവനിൽ നിറയും. എന്തിൻ്റെ? ജ്ഞാനത്തിൻ്റെ എന്നതാണ് ഉത്തരം. 21, എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ.
ഡാഷ് പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. ഉത്തരം കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുക. 22. നിങ്ങൾ ഇങ്ങനെ പറയണം: എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം ഡാഷാണ്. അത്യുത്തമം എന്നതാണ് ശരി ഉത്തരം. 23. ഡാഷിന് അവിടുത്തെ മാർഗം ഋജുവാണ്. ഉത്തരം വിശുദ്ധർക്ക്. 24. പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ത്? ഉത്തരം അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി. 25. ദൈവ ഭയമില്ലാത്തവനെ ശിക്ഷിക്കാനുള്ളത് എന്തെല്ലാം? ഉത്തരം ഹിംസ്ര ജന്തുക്കളുടെ ദ്രംഷ്ടകളും തേളും അണലിയും. 26. ഡാഷിൻ്റെ സന്തതികളുടെ മേൽ ഭാരപ്പെട്ട നുകം വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഉത്തരം ആദത്തിൻ്റെ. 27. അവർ നിമിത്തം ജലപ്രളയം ഉണ്ടായി. ആര് നിമിത്തം? ഉത്തരം ദുഷ്ടർ. 28. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്ത്? ഉത്തരം ജ്ഞാനതൃഷ്ണ. 29. കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമായത് എന്താണ്? ഇമ്പമുള്ള മനുഷ്യസ്വരം എന്നതാണ് ശരി ഉത്തരം. 30. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമായത് ഏത്? ഉത്തരം വയലിലെ ഇളം തളിരുകൾ. 31. സുഹൃത്തും സഹചാരിയും എപ്പോഴും സ്വാഗതാർഹരാണ്. എന്നാൽ അതിനേക്കാൾ ഹൃദ്യമായത് എന്താണ്? ഉത്തരം ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം. 32. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്ത്? ഉത്തരം സതുപദേശം. 33. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇവയേക്കാൾ അഭികാമ്യമായത് എന്ത്? ഉത്തരം ദൈവഭക്തി.